ആകാശം മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു. ഭൂമി ശൂന്യമായി കിടക്കുകയായിരുന്നു. മനുഷ്യരുടെ ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അവരുടെ ഹൃദയങ്ങളിൽ സത്യത്തിന്റെ പ്രകാശം മങ്ങിപ്പോയിരുന്നു. ഇത് സാധാരണമായൊരു കഥയല്ല. ഇത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നറിയിപ്പുകളിലൊന്നാണ്. അല്ലാഹുവിന്റെ ശിക്ഷ ഭൂമിയെ മുഴുവൻ മൂടിയൊരു സംഭവം. ഒരു മനുഷ്യന്റെ ക്ഷമയും വിശ്വാസവും എങ്ങനെ ലോകത്തെ രണ്ടായി വിഭജിച്ചു എന്നതിന്റെ കഥ. ഇത് നൂഹ് അലൈഹിസ്സലാമിന്റെ കഥയാണ്. ആദം അലൈഹിസ്സലാം നബിയുടെ കാലത്തിനുശേഷം മനുഷ്യർ തൗഹീദിലായിരുന്നു, ഒരേ ദൈവത്തെ ആരാധിച്ചവർ. എന്നാൽ കാലക്രമേണ ശൈത്താൻ അവരുടെ മനസ്സിൽ സംശയങ്ങൾ വിതറി. നല്ലയാളുകളുടെ ഓർമ്മകൾ നിലനിർത്താൻ അവർ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു. പിന്നീട് ആ വിഗ്രഹങ്ങൾ ആരാധനയുടെ വസ്തുവായി മാറി. ഇതാണ് ശിർക്കിന്റെ ആരംഭം. അവരുടെ ഇടയിൽ അല്ലാഹു ഒരു പ്രവാചകനെ അയച്ചു, നൂഹ് അലൈഹിസ്സലാം. അദ്ദേഹം തന്റെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. ദിവസവും രാത്രിയും പൊതുസ്ഥലങ്ങളിലും സ്വകാര്യമായും അദ്ദേഹം തന്റെ സന്ദേശം തുടർന്നു. ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഞാനെന്റെ ജനത്തെ രാത്രിയും പകലും വിളിച്ചു. സൂറത്ത് നൂഹ്. 950 വർഷം, അതെ 950 വർഷവും അദ്ദേഹം തന്റെ ജനങ്ങളെ വിളിച്ചു. പക്ഷേ അവരുടെ പ്രതികരണം അവഹേളനം, പരിഹാസം, നിരസനം. അവർ അവരുടെ വിരലുകൾ ചെവികളിൽ വെച്ചു, വസ്ത്രങ്ങൾ കൊണ്ട് മുഖം മൂടി, സത്യം കേൾക്കാൻ പോലും തയ്യാറായില്ല. അവരുടെ നേതാക്കൾ പറഞ്ഞു, ഇവൻ നിങ്ങളെ തെറ്റുവഴിയിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രമാണ്. എങ്കിലും നൂഹ് അലൈഹിസ്സലാം ഒരിക്കലും പിന്മാറിയില്ല. ഒരു ദിവസം അല്ലാഹു അദ്ദേഹത്തിനൊരു നിർദ്ദേശം നൽകി. അവിടെ വെള്ളമൊന്നുമില്ല, സമുദ്രം അകലെയാണ്. ജനങ്ങൾ പരിഹസിച്ചു, നൂഹേ, നീ ഒരു പ്രവാചകനായിരുന്നില്ലേ? ഇനി നീയൊരു കപ്പൽ നിർമ്മാതാവാണോ? പക്ഷേ അദ്ദേഹം നിന്നു. ഓരോ മരത്തുണിയും ഓരോ ആണിയും വിശ്വാസത്തിന്റെ പ്രതീകമായിരുന്നു. അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ഓരോ ജീവിയിലും ഒരു ജോഡിയെ അദ്ദേഹം കപ്പലിലെടുത്തു. വിശ്വസിച്ചവരും അദ്ദേഹത്തോടൊപ്പം കയറി. അപ്പോൾ അത് സംഭവിച്ചു. ആകാശം തുറന്നു, മഴ പൊലിഞ്ഞു, ഭൂമിയിൽ നിന്നും ഉറവുകൾ പൊട്ടിപ്പുറപ്പെട്ടു. വെള്ളമുയർന്നു, ഉയർന്നു, മലകളെപ്പോലും മറികടന്നു. നൂഹ് അലൈഹിസ്സലാം തന്റെ മകനെ കണ്ടു. അവൻ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം വിളിച്ചു, മകനെ, ഞങ്ങളോടൊപ്പം വരൂ, അവിശ്വാസികളിൽ പെടരുത്. പക്ഷെ മകൻ മറുപടി പറഞ്ഞു, ഞാനൊരു മലയിൽ കയറി രക്ഷപ്പെടും. അത് മനുഷ്യന്റെ അഹങ്കാരമായിരുന്നു. നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന് അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. ഒരു തിരമാല വന്നു, അവനെ അകറ്റി, വെള്ളമെല്ലാം മൂടി. അവസാനം അല്ലാഹു കൽപ്പിച്ചു, ഭൂമിയെ, നിന്റെ വെള്ളം കുടിച്ചു കളയുക. ആകാശമേ, നിൽക്കൂ. വെള്ളം കുറഞ്ഞു. കപ്പൽ ഒരു പർവ്വതത്തിൽ നിൽക്കുകയായിരുന്നു. ഇതൊരു ശിക്ഷ മാത്രമല്ലായിരുന്നു, ഇതൊരു മുന്നറിയിപ്പായിരുന്നു. വിശ്വാസം രക്ഷിക്കും, അഹങ്കാരം നശിപ്പിക്കും. നൂഹ് അലൈഹിസ്സലാം നബിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത്, സത്യത്തിൽ ഉറച്ചു നിൽക്കുക, എത്ര കഷ്ടമായാലും